ഹായ് ഫ്രണ്ട്സ്, ഇന്നും നമ്മൾ രാമേശ്വരത്ത് തന്നെയാണുള്ളത്. രാമേശ്വരത്തുള്ള നമ്മുടെ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാമിൻ്റെ ശവകുടീരത്തിലാണ്. APJ അബ്ദുൽ കലാം മെമ്മോറിയൽ എന്ന് പറയും, അവിടെയാണുള്ളത്. അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരി, നമുക്ക് വീഡിയോ കാണാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരേക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ഒന്ന് പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ശരി, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. 2015 ജൂലൈ 27 ഷില്ലോങ്ങിൽ ഒരു പ്രോഗ്രാമിൽ ഒരു സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് APJ അബ്ദുൽ കലാമിന് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ഹൃദയസ്തംഭനമാണ് അതിൻ്റെ കാരണം. അപ്പോൾ അന്നേ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പണി കഴിപ്പിക്കണമെന്ന്. ഗവൺമെൻറ് തീരുമാനിച്ച് ആക്ച്വലാ നമ്മുടെ രാജ്ഘട്ടിനടുത്ത് തന്നെ ഒരു കൺസ്ട്രക്ഷൻ ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം അടക്കം ചെയ്യാം എന്നായിരുന്നു ഗവൺമെൻറ് തീരുമാനിച്ചത്. പക്ഷേ അവരുടെ ഫാമിലി, അബ്ദുൽ കലാമിൻ്റെ ഫാമിലി പറഞ്ഞത് അങ്ങനെ വേണ്ട, നമ്മുടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായ രാമേശ്വരത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു ശവകുടീരം വേണമെന്നാണ് അവരുടെ ആഗ്രഹം, ഫാമിലിയുടെ ആഗ്രഹം. അങ്ങനെ ഫാമിലിയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന് ഇപ്പം നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് ശവകുടീരം നിർമ്മിക്കുകയാണ് ചെയ്തത്. 2017 ജൂലൈ 27 ഇത്, അതായത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇത് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത് 2017 ജൂലൈ 27 രാമേശ്വരം ടെമ്പിളിൽ നിന്ന് ശരിക്കും ഒരു ജസ്റ്റ് ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ രാമേശ്വരം ടു, അതായത് രാമേശ്വരം ടെമ്പിളിൽ നിന്ന് ഈ APJ അബ്ദുൽ കലാം മെമ്മോറിയലിലേക്ക് വരാൻ ജസ്റ്റ് 4 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എൻട്രൻസ് ഫീ ഇല്ല, എല്ലാവർക്കും ജസ്റ്റ് ഉള്ളിലേക്ക് ഇറക്കാം. എൻട്രൻസ് ഫീ പ്രത്യേകിച്ചില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സാധനങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ അലൗഡല്ല. കാരണം ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അലൗഡല്ല. നല്ല സെക്യൂരിറ്റി ചെക്കപ്പോഴും കൂടി കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറ്റി വിടുക. പിന്നെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് ഉള്ളിൽ എൻട്രൻസ് അലൗഡാണ്. പിന്നെ ഉച്ചയ്ക്ക് 1 മണി വരെയാണ്. പിന്നെ 1 മണി മുതൽ 2 മണി വരെ അവരുടെ ലഞ്ച് ടൈമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റില്ല. പിന്നെ 2 മണിക്ക് ശേഷം 5 മണി വരെ അതിൻ്റെ ടൈമുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റിൽ അദ്ദേഹത്തിൻ്റെ ശരിക്കും അദ്ദേഹത്തിന് ജീവിച്ച അല്ലെങ്കിൽ ജനിച്ച ആ വീട്ടിലൊന്നും പോയി. അവിടെ ഇപ്പോൾ രാത്രിയിലൊക്കെ കാണുമ്പോൾ തന്നെ നിറയെ ആ രാത്രി ഞങ്ങൾ പോയ സമയത്ത് തന്നെ ഒരു 7-7:30 സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോഴും നിറയെ നല്ല തിരക്കുണ്ടായിരുന്നു ഈ ഒരു അദ്ദേഹത്തിൻ്റെ വീട് കാണാൻ. അപ്പം അതേ ഉള്ളൂ അദ്ദേഹത്തിനെക്കുറിച്ച് ഈ വീഡിയോയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഈ വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ അയയ്ക്കുക. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് ഇമ്മീഡിയറ്റ്ലി വരാം. ബൈ, ടേക്ക് കെയർ.